നമസ്കാരം. ജെസ്സി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ജെസ്സി ടോക്സിൽ സാമൂഹ്യ പ്രവർത്തകനായ ഫിറോസ് കുന്നംപറമ്പിലുമായുള്ള സംഭാഷണം പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. ഇതിനുശേഷം നിരവധി സന്ദേശങ്ങൾ ജെസ്സി ടോക്സിന് ലഭിക്കുകയുണ്ടായി. പലതും ചോദ്യങ്ങളായിരുന്നു. ഫിറോസ് കുന്നംപറമ്പിലിന്റെ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പണസമാഹരണവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി സംശയങ്ങളും ചോദ്യങ്ങളും പലരും ഉന്നയിച്ചു. സ്വാഭാവികമായിട്ടും അതിനുള്ള സംശയ ദൂരീകരണം ഫിറോസ് കുന്നംപറമ്പിലുമായിട്ട് തന്നെ നടത്തി. ചില കാര്യങ്ങൾ ജെസ്സി ടോക്സിനും സംശയം ഉണ്ടായിരുന്നു. അതും ഫിറോസിനോട് തന്നെ ചോദിച്ചു. ആദ്യം ജെസ്സി ടോക്സ് ഉന്നയിച്ച ഒരു ചോദ്യം ഇതായിരുന്നു: ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയ്ക്ക് ബാങ്കിലെ നിയമവ്യവസ്ഥകളെല്ലാം പാലിക്കാൻ ഫിറോസിനും ബാധ്യതയുണ്ട്. അത്തരത്തിൽ നിയമവ്യവസ്ഥകൾ പാലിക്കാൻ പറയുമ്പോൾ ബാങ്കിനെ വെല്ലുവിളിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബാങ്ക് സഹകരിക്കുന്നില്ല എന്ന് പറയുന്നത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കലല്ലേ? നിയമങ്ങൾ അനുസരിക്കാൻ ഫിറോസ് കുന്നംപറമ്പിൽ എന്ന സാമൂഹ്യ പ്രവർത്തകനും ബാധ്യത ഇല്ലേ? ഫിറോസിന്റെ മറുപടി ഇതായിരുന്നു. ഇതിനകത്ത് ബാങ്കിന്റെ നിയമങ്ങളെ നമ്മൾ ചോദ്യം ചെയ്തിട്ടില്ല. ബാങ്കിന്റേതല്ല, എല്ലാ നിയമങ്ങളും അനുസരിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോണത്. അതായത് ഒരു രോഗിയുടെ ആവശ്യത്തിന് വേണ്ടി വന്ന പൈസ, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാല്, ഈ പറയുന്ന ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുന്നിൽ തന്നെയാണ് ഈ പറയുന്ന വള്ളവനാട് ആശുപത്രി ഉള്ളത്. ഒന്ന് മാനേജർക്ക് ഒന്ന് ഇറങ്ങി നോക്കിയാൽ കാണാവുന്ന ഒരു സംഭവം മാത്രമാണ് അവിടെ ഉള്ളത്. ഇനി അത് മാത്രമല്ല, നമ്മളിങ്ങനെ ഒരു കുട്ടിയുടെ എന്താ പറയുക, ആക്സിഡന്റ് ആയ കുട്ടിയുടെ ആവശ്യവുമായി വന്നതാണ് എന്ന് പറഞ്ഞപ്പോ മാനേജർ തന്നെ പറയുകയുണ്ടായി, ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, അത് മാത്രമല്ല ഫിറോസിന്റെ പ്രവർത്തനങ്ങൾ എനിക്ക് അറിയാവുന്നതാണ് എന്നൊക്കെ മാനേജർ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഇതിനകത്ത് ഏകദേശം 6 ദിവസം ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പൈസക്ക് വേണ്ടി പോയിട്ടും അതിന് ഓരോ കാരണങ്ങൾ പറഞ്ഞ് നമ്മളെ ഒഴിവാക്കി വിടുകയും ഒരു തരത്തിലും പൈസ വിട്ടുതരാൻ കഴിയാത്തതിന്റെ പേരിൽ ഞാൻ ബാങ്കിൽ നേരിട്ട് പോയിട്ട് മാനേജറോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അതിനൊരു സൗകര്യം ചെയ്തു തരണം, ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ ആശുപത്രിയിലാണ്, അവരുടെ സ്ഥിതി വളരെ മോശമാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴും അദ്ദേഹം അതിനൊന്നും തയ്യാറായില്ല. അവസാനം ഞാൻ മാനേജറോട് പറഞ്ഞത്, നിങ്ങളെ കൊണ്ട് കഴിയില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിന് ഞങ്ങൾക്ക് വിശ്വാസമില്ല, കാരണം ഇതാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ എങ്ങനെയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോവുക, അങ്ങനെയാണെങ്കിൽ ഇത് എന്റെ ഇന്ന അക്കൗണ്ടിലേക്ക് മാറ്റിത്തരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ മാറ്റിത്തരാൻ കഴിയില്ലെങ്കിൽ അദ്ദേഹം എന്തിനാണ് എനിക്ക് അവിടെ നിന്ന് വിഡ്രോവൽ ഫോം അനുവദിച്ചത്? വിഡ്രോവൽ ചെക്കിലൂടെയാണല്ലോ നമുക്ക് അത് മാറ്റാൻ കഴിയുക. അങ്ങനെയാണെങ്കിൽ കഴിയില്ല, അതങ്ങനെ മാറ്റാൻ കഴിയില്ല എന്ന് അദ്ദേഹം അന്ന് അവിടെ തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു. കഴിയും എന്ന് പറഞ്ഞതിന് അടിസ്ഥാനത്തിലാണ് നമ്മൾ വിഡ്രോവൽ ഫോമിൽ ഒപ്പിട്ട് കൊടുത്ത് അത് അക്കൗണ്ടിലേക്ക് മാറ്റാൻ വേണ്ടി കൊടുത്തത്. അതിനുശേഷം 3-ാം തീയതി കൊടുത്ത ഈ വിഡ്രോവൽ ഫോമിനുള്ള ഒരു മറുപടിയും 10-ാം തീയതി വരെയായിട്ടും നമുക്ക് തന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ 10-ാം തീയതി ആയിട്ടും അതിനൊരു മറുപടിയും കാണാതായപ്പോഴാണ് 10-ാം തീയതി വൈകുന്നേരം നമ്മൾ ലൈവിലൂടെ ഈ കാര്യം പറഞ്ഞത്. പക്ഷേ ഈ 10-11 ദിവസവും നിയമങ്ങൾ പറഞ്ഞ് നമ്മളെ ബുദ്ധിമുട്ടിച്ച ബാങ്ക് ഒരു ലൈവ് ഇട്ട് 2 മണിക്കൂർ കൊണ്ട് തന്നെ ആ നിയമങ്ങളൊക്കെ മാറി നമ്മുടെ പ്രശ്നം പരിഹരിച്ചു എങ്കിൽ വെറും 2 മണിക്കൂർ കൊണ്ട് തീർക്കേണ്ട നിയമ നടപടികൾ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മളിതിലിപ്പോ നിയമത്തിന്റെ ഭാഗത്തു നിന്നല്ല നമ്മൾ ഒരു മാനുഷിക പരിഗണനയെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവായിരുന്നു. ഇതിനകത്ത് സോണൽ മാനേജർ വന്ന് ഇടപെട്ടതിന് ശേഷമാണ് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടത്. അപ്പൊ ഇത്രേ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ എനിക്ക് മൊബൈൽ കിട്ടിയതോ എന്റെ വീട് കെട്ടിത്തരുന്നതൊക്കെ ആയിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഗിഫ്റ്റ് ടാക്സ് കൊടുക്കേണ്ടി വരും. ഇന്ത്യയിലെ നിയമം ഞാനും പാലിക്കണം, ആരാണെങ്കിലും പാലിക്കണം. നിയമം പാലിക്കാതെ ജീവിക്കാൻ കഴിയില്ലല്ലോ. ഗിഫ്റ്റ് ടാക്സ് അടക്കണം എന്ന് പറയുമ്പോ ഞാൻ അടക്കില്ല എന്ന് പറഞ്ഞാല് അതെങ്ങനെ ശരിയാവാ? നിയമം എല്ലാവർക്കും ബാധകമാണ്. അത് ഗവൺമെന്റ് എന്താണോ നമ്മളോട് പറയുന്നത് അത് ചെയ്യാൻ ഞാനൊന്നല്ല, എല്ലാവരും തയ്യാറാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഫിറോസ് കുന്നംപറമ്പിൽ ഫേസ്ബുക്ക് ലൈവിലൂടെ ഇത്തരത്തിലുള്ള ആളുകളുടെ സഹായം അഭ്യർത്ഥിക്കുമ്പോൾ ഒരു അക്കൗണ്ട് നമ്പർ കൊടുക്കാറുണ്ട്. അതൊരു വ്യക്തിയുടെ അക്കൗണ്ട് നമ്പറാണ് സാധാരണ നൽകാറുള്ളത്. പക്ഷേ ചാരിറ്റിക്കായിട്ടാണ് ഇത്തരത്തിലുള്ള ലൈവുകൾ നടത്തുന്നതെങ്കിൽ അല്ലെങ്കിൽ പണം സമാഹരിക്കുന്നതെങ്കിൽ അതൊരു ട്രസ്റ്റിന്റെ പരിധിയിൽ വരണം എന്നുള്ളതാണ് നിയമം. അത് പാലിക്കപ്പെടുന്നുണ്ടോ? ഇത്ര വലിയ ഒരു സംഖ്യ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ ഒരാള് ഒറ്റടിക്ക് 5 ലക്ഷമോ 10 ലക്ഷമോ 25 ലക്ഷമോ 50 ലക്ഷമോ അല്ല ബാങ്കിലേക്ക് ഇട്ടിരിക്കുന്നത്. നമ്മള് ആ അക്കൗണ്ട് എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകും. 10 രൂപ ഇട്ട ആളുകളുണ്ട്. 10 രൂപയും 100 രൂപയും 500 രൂപയും 1000 രൂപയും 2000 രൂപയും ആയിട്ട് ഏകദേശം 6000 ആളുകൾ നിക്ഷേപിച്ച തുകയാണ് ഈ പറയുന്ന 1,17,00,000 എന്ന് പറയുന്നത്. അപ്പോ പലരും പറയുന്നുണ്ട് ഇത് കള്ളപ്പണം അങ്ങനെ എങ്ങനെയെന്നൊക്കെ. എങ്ങനെയാണ്
സാധാരണക്കാര് 500ഉം 1000ഉം രൂപ ഒരു രോഗിക്ക് വേണ്ടി ഇട്ടത് കള്ളപ്പണാവാം. ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മളിത് ബാലൻസ് വരുന്ന പൈസ കൊടുക്കുന്നത് മറ്റുള്ള രോഗികൾക്കാണ് കൊടുക്കുന്നത്. അപ്പോ ഇതൊക്കെ കൃത്യമായ ഒരു ചാനലിൽ കൂടെ തന്നെയാണ് പോകുന്നത്. ട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മാത്രമായിരുന്നു തുടക്കം. പക്ഷെ ഇപ്പോ നമ്മളൊരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട്. ഇനിയുള്ള നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ആ ഒരു ട്രസ്റ്റിന്റെ കീഴിലായിരിക്കും മുന്നോട്ട് പോകും. അപ്പോ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഏകദേശം നല്ല രീതിയിൽ തന്നെ എല്ലാവരെയും ബോധ്യപ്പെടുത്തി തന്നെയാണ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളത്. അതായത് ഒരു വ്യക്തിയുടെ പേരിലേക്കാണ് പണം അയക്കുന്നത് എന്നിരിക്കെ ആ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പണത്തിന്റെ ആദായ നികുതി അടയ്ക്കാനുള്ള ബാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരാണ് ആദായ നികുതി അടയ്ക്കുന്നത്? അങ്ങനെ അടച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ആരാണ് അടയ്ക്കുന്നത്? ഈ അക്കൗണ്ടിന്റെ ഉടമസ്ഥനാണ് അതിന്റെ ബാധ്യത വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രോഗിക്കായിരിക്കും അതിന്റെ ബാധ്യത വരിക. അങ്ങനെ എന്തെങ്കിലും ആദായ നികുതി അടക്കമുള്ള നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഏതെങ്കിലും ഒരു സംഘടനയുടെയോ അതല്ലെങ്കിൽ ഒരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെയോ ആസ്തി വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന ഫണ്ടല്ല. ഒരു രോഗി മരിക്കാൻ കിടക്കുമ്പോ ആ രോഗാവസ്ഥ പുറത്തു കൊണ്ടുവന്നിട്ട് ആ രോഗിയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ജനങ്ങള് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത 500ഉം 100ഉം 1000 രൂപയാണ്. ഇതാണ് അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. ഇതിന് ടാക്സ് അടയ്ക്കേണ്ടി വരികയാണെങ്കിൽ ആ രോഗിയും കുടുംബവും അവർ ഉപയോഗിച്ച അവർ ആശുപത്രിയിലേക്ക് അടച്ച ബില്ലിന് ടാക്സ് അടയ്ക്കാൻ അവർ തയ്യാറാവട്ടെ. കാരണം ഇതൊക്കെയാണല്ലോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. നിയമം നോക്കി നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് പറയാനുള്ളത്, എന്താ പറയാ, ഇവരെ കൊണ്ട് ഒരാളെ സഹായിക്കാനും കഴിയില്ല. എന്നാൽ സഹായിക്കുന്ന ആളുകൾക്ക് ഇതുപോലെ ടാക്സ് അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവന്റെ തലയിലേക്ക് അധിക ഭാരം വെച്ചു കൊടുത്തിട്ട് എന്താ പറയാ, അവരെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിലാണല്ലോ ഇപ്പൊ കാര്യങ്ങളൊക്കെ പോണത്. എന്താണെങ്കിലും അത് ആ വന്ന അക്കൗണ്ടിലുള്ള ആളുകൾ ചെയ്യേണ്ടതാണ്. എന്റെ അക്കൗണ്ടിലേക്കല്ലല്ലോ പൈസ വന്നിട്ടുള്ളത്. പൈസ വരുന്നത് രോഗിയുടെ അക്കൗണ്ടിലേക്കാണ്. രോഗിക്ക് അങ്ങനെ നോട്ടീസ് വന്നാൽ രോഗി അടച്ചോട്ടെ. കാരണം എന്താന്ന് വെച്ചാല് അദ്ദേഹം അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട തെളിവുകൾ അദ്ദേഹം ആർക്കാണ് റിട്ടേൺസ് കൊടുക്കേണ്ടത്, എവിടെയാണ് അവിടെ കൊടുത്തോട്ടെ. എവിടെയാണ് ബില്ല് കൊടുത്തിട്ടുള്ളത്, എന്തിനാണ് ആ പൈസ ചിലവാക്കിയിട്ടുള്ളത് എന്നുള്ളത് ബോധ്യപ്പെടുത്തേണ്ടത് ആ രോഗിയും രോഗിയുടെ ബന്ധപ്പെട്ട ആളുകളുണ്ട്. അത് അവരത് കൃത്യമായിട്ട് ചെയ്യും. ഇനി എന്റെ അക്കൗണ്ടിലേക്ക് വന്ന പൈസയുടെ കാര്യമാണെങ്കിൽ അത് എവിടെയാണോ ബോധ്യപ്പെടുത്തേണ്ടത് അവിടെ ബോധ്യപ്പെടുത്തും. ഇനി അതിന് ടാക്സ് അടയ്ക്കേണ്ടി വരികയാണെങ്കിൽ ഞാൻ അതും അടക്കും. അല്ലാതെ ഇപ്പൊ നമുക്കിതൊന്നും തരില്ല എന്നോ അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ലല്ലോ. ഇന്ത്യയുടെ നിയമം എന്താണോ, ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്താണോ ആ നിയമങ്ങൾ പാലിച്ചു മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അങ്ങനെ തന്നെ ആയിരിക്കും മുന്നോട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളും. ശരിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് പലരുടെയും സംഭാവനയാണ്. പലരും വളരെ കുറഞ്ഞ പൈസ ആണെങ്കിൽ പോലും അത് അയക്കുന്നതിലൂടെയാണ് ഇതൊരു വലിയ തുകയായി മാറുന്നത്. പക്ഷേ കൂടുതലും സഹായം വരുന്നത് വിദേശത്തു നിന്നാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് വിദേശ ഫണ്ടിന്റെ പരിധിയിൽ പെടും എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള നിയമങ്ങൾ പാലിക്കാൻ ബാധ്യതയുണ്ട്. പണം സമാഹരിക്കുന്ന വ്യക്തിക്ക് ആ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. നിയമവ്യവസ്ഥ അറിയാതിരിക്കുക എന്നുള്ളതൊരു എക്സ്ക്യൂസ് അല്ല എന്നുകൂടി മനസ്സിലാക്കുന്നു. അതായത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അനുസരിച്ച് തന്നെയാണോ പ്രവർത്തനം എന്നുള്ളതാണ് അറിയേണ്ടത്. ഈ നിയമങ്ങൾ, അതായത് FCRA പാലിച്ചുകൊണ്ട് തന്നെയാണോ ഈ ഒരു ധനസമാഹരണവും തുടർന്നുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നത്? ഇതിനകത്ത് ചില തെറ്റിദ്ധാരണകളുണ്ട്. കാരണം രോഗിയുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസയിൽ നിന്ന് എന്നും പൈസ ബാലൻസ് വരുന്നൊന്നുമില്ല. ഒന്ന്, വല്ലപ്പോഴുമാണ് പണം ബാലൻസ് ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ബാലൻസ് വരുന്ന എല്ലാ പൈസയും ഞാൻ എന്റെ അക്കൗണ്ടിലേക്ക് മാറ്റലില്ല. മാക്സിമം ബാലൻസ് വരുന്ന എല്ലാ പൈസയും ആ രോഗിയുടെ അക്കൗണ്ടിലെ അവരുടെ ചെക്ക് ഉപയോഗിച്ച് തന്നെയാണ് മറ്റുള്ള രോഗികൾക്ക് വിതരണം ചെയ്യുന്നത്. ഇതിനകത്ത് അത്തരത്തിലൊരു സാധ്യത ഇല്ലാത്തത് മാത്രമാണ്. അതായത് എന്താ പറയാ, നമുക്ക് രോഗി ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ കിടക്കുന്നതോ അതല്ലെങ്കിൽ വളരെ കൂടുതലായിട്ട് വന്ന പൈസയാണെങ്കിലോ അങ്ങനെ ശരിക്കും പറഞ്ഞാല് ഇന്ന് വരെ ഞാൻ ചാരിറ്റി ചെയ്തതില് എന്റെ അക്കൗണ്ടിലേക്ക് ബാലൻസ് വന്ന പൈസയിൽ നിന്നും മാറ്റി കൊടുത്തു എന്ന് പറയുന്നത് വെറും 3 രോഗികളുടെ കേസിൽ നിന്നും മാത്രമാണ് എന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി കൊടുത്തിട്ടുള്ളത്. അതല്ലാതെ ചെയ്യുന്ന എല്ലാ കേസിലെയും പൈസ ബാലൻസ് വരുന്ന എന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി കൊടുത്തിട്ടില്ല. ഇതിങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ പലരുടെ വിചാരം എല്ലാ പൈസയും ബാലൻസ് വരുന്നത് എന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി അതൊന്നും എടുത്ത് കൊടുക്കുകയാണെന്നാണ്. അങ്ങനല്ല. എല്ലാവരും നമ്മൾ ചെയ്യുന്നത് രോഗിയുടെ അക്കൗണ്ടിൽ നിന്ന് അവരുടെ ചെക്ക് ഉപയോഗിച്ച് തന്നെയാണ് വിതരണം ചെയ്യുന്നത്. അല്ലാത്ത കേസ് മാത്രം, അതായത് ചിലപ്പോൾ തിരുവനന്തപുരത്തോ അതല്ലെങ്കിൽ കാസർഗോഡോ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നമ്മൾ പോകണമല്ലോ. അപ്പൊ
അത്രയും ദൂരങ്ങളിലൊക്കെ പോകുമ്പോ നമുക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോ പലപ്പോഴും നമുക്ക് രോഗിയുടെ അടുത്ത് പോയി ചെക്ക് വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരവസ്ഥ വരുമ്പോൾ കൂടുതൽ ബാലൻസ് ഉള്ള പൈസ ആണെങ്കിൽ മാത്രമാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറ്റി അത് നമ്മളുടെ ചെക്ക് ഉപയോഗിച്ച് പോകുന്ന ഭാഗങ്ങളിലൊക്കെ രോഗികൾക്ക് അത് എഴുതി കൊടുക്കുന്നത്. അപ്പോ ഇതിനകത്ത് തെറ്റായിട്ടുള്ള ഒരു പ്രചരണം നടക്കുന്നുണ്ട്. ഇതിന് ശരിയായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഫിറോസിനെ എതിർത്തുകൊണ്ടും ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റുകളും ലൈവുകളും ഒക്കെ വരികയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനം ബീഗ ആശ ഷെറിൻ എന്ന് പറഞ്ഞ ഒരു യുവതിയുടേതായിരുന്നു. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ നിരവധി മെസ്സേജുകളാണ്. എനിക്ക് തോന്നുന്നു ഫിറോസ് ഫാൻസ് എന്ന് പറയാവുന്ന അവരുടെ മെസ്സേജുകളാണ്. സൈബർ ആക്രമണം തന്നെ ഈ ബീഗം ആശ ഷെറിനെ നേരിടേണ്ടി വന്നു. ഇതെല്ലാം ഫിറോസിന്റെ അറിവോടുകൂടിയാണോ? ഞാൻ കണ്ടു ഒരുപാട് ആളുകൾ, അതായത് നിങ്ങൾ പറഞ്ഞ ഈ പേരുള്ള ആള് മാത്രമല്ല, ഞാൻ ഒന്ന് രണ്ട് വ്യക്തികൾ എനിക്കെതിരെ സംസാരിക്കുന്നത് ഞാൻ കണ്ടു. ഇതില് മോശമായ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ അതൊരിക്കലും ശരിയല്ല. അത് തെറ്റായിട്ടുള്ള രീതിയാണ്. ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. മാന്യമായിട്ട് അവര് അഭിപ്രായങ്ങൾ പറയുമ്പോൾ തിരിച്ച് മാന്യമായ രീതിയിൽ അതിന് മറുപടി കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഇന്നലത്തെ ലൈവിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ കുറിച്ചും നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. അറിവില്ലാത്ത ആളുകൾക്ക് ആ അറിവ് പകർന്നു കൊടുക്കുക എന്നല്ലാതെ അവരെ തെറിവിളിക്കുന്നതിലോ അല്ലെങ്കിൽ അവരോട് മോശമായി പെരുമാറുന്നതോ ശരിയല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അത് എല്ലാവരോടും എനിക്ക് പറയാനുള്ള അത് തന്നെയാണ്. പിന്നെ എന്നെ സ്നേഹിച്ച് കമന്റ് ഇടുന്ന അല്ലെങ്കിൽ എന്നെ സ്നേഹിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഓരോ വ്യക്തികളെയും ഒരു പക്ഷെ എനിക്ക് നേരിട്ട് അറിഞ്ഞോളണമെന്നില്ല, അറിയാലോ. അപ്പൊ അതങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ. ഓക്കെ. പിന്നെ ബാങ്കിനെ ബഹിഷ്കരിക്കണം എന്ന തരത്തിലുള്ള നിരവധി സന്ദേശങ്ങളും കണ്ടു. അതിലെന്താണ് മറുപടി? പിന്നെ വേറെ ഇതിനകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബാങ്കിനെ ബഹിഷ്കരിക്കണം എന്നുള്ള രീതിയിലും അതല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു വളരെ വല്ലാത്ത രീതിയിലുള്ള ന്യൂസൊക്കെ ഉണ്ട്. ഞാൻ അതിനകത്ത് പറഞ്ഞ കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞത്, ഒരു രോഗിക്ക് വന്ന ഫണ്ട് കൊടുക്കാതെ തടഞ്ഞു വെച്ച ബാങ്ക്, പല പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ആ ഒരു കുടുംബത്തെ വലക്കുന്ന ബാങ്ക്, അങ്ങനെയെങ്കിൽ നാളെ നിങ്ങൾക്കും ഇത് തന്നെയായിരിക്കും അവസ്ഥ. ബാങ്കിനകത്ത് പണം നിക്ഷേപിച്ച നിങ്ങൾക്കും ഇത് തന്നെയായിരിക്കും അവസ്ഥ. അതുകൊണ്ട് ഇത്തരം ബാങ്കുകളെ സപ്പോർട്ട് ചെയ്യുന്നത് ശരിയല്ല. ഇത്തരം ബാങ്കുകളിൽ നിന്ന് നമ്മൾ മാറുന്നതാണ് ശരി എന്നുള്ള രീതിക്കാണ് ഞാൻ സംസാരിച്ചത്. ഒരിക്കലും അതിനെ ഒരു തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കേണ്ടതില്ല. അത് എന്താ പറയാ, നമുക്ക് അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ അനുഭവത്തിന്റെ ഒരു ഇതിലാണല്ലോ നമ്മൾ പറയുന്നത്. നന്ദി ഫിറോസ് കുന്നംപറമ്പിൽ. ഇതാണ് ഫിറോസ് കുന്നംപറമ്പിൽ എന്ന സാമൂഹ്യ പ്രവർത്തകന് പറയാനുള്ളത് അദ്ദേഹത്തെക്കുറിച്ച് ഉയരുന്ന ആരോപണങ്ങളോട്. ഇനിയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ സംശയമുള്ളവർക്ക് നിയമവ്യവസ്ഥയെ സമീപിക്കാമെന്ന് പറയാതെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഫിറോസിന്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും അപാകതയുണ്ടോ? അത്തരം നിയമകാര്യങ്ങളിൽ അറിവില്ലാതെയാണോ ഫിറോസ് ഇത്രയും കാലം പ്രവർത്തിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ എന്തായാലും ജെസ്സി ടോക്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ജസിത സഞ്ജിത്ത് സൈനിങ് ഓഫ് ഫ്രം ജെസ്സി ടോക്സ്.